പ്രൈസ് ദി ലോർഡ്. ഇന്ന് 9 മാസം 9 വെള്ളിയാഴ്ച ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ ശരീരം തളർന്നവരെയും കണ്ണു കാണാത്തവരെയൊക്കെ ഒരുമിച്ചുള്ള ആ സംഗമത്തിലേക്ക് ഒരു ഗസ്റ്റിനെ കിട്ടി. രാവിലെ തന്നെ ഞാൻ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തെരുവിൽ കണ്ടു. ഇപ്പോൾ തെരുവിലുള്ളവരെ ഈ ചൂടത്ത് ഈ പൊരി വെയിലത്ത് അലയുന്നവരെ കാണുമ്പോൾ ഞാൻ അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ എളിയവരിലൊരുവന് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് തന്നെ എന്ന തിരുവചനത്തിൻ്റെ ആ അനുഭവത്തിലൂടെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ഇവിടെ മുടി വെട്ടാനുള്ള സൗകര്യമുണ്ട്. പുനർജീവൻ തറവാട്ടിൽ മുടി വെട്ടി കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ, നല്ല വസ്ത്രം കൊടുക്കാൻ എല്ലാം ദൈവം ഇവിടെ പുനർജീവനിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷ മധ്യേ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് കണ്ട ആളെ അന്വേഷിച്ചിറങ്ങി. 2 തവണ ഞാൻ ആ ഏരിയകളിലൊക്കെ ഒല്ലൂരും കുരിയച്ചറൊക്കെ നോക്കി കണ്ടില്ല. എന്നാൽ ഇവിടുത്തെ ചില്ലറ ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് 2ാമത്തെ റൗണ്ട് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതിലെ കടന്നു പോവുകയായിരുന്നു ആ മനുഷ്യൻ. കടന്ന് തളർന്ന അവശനായിട്ട് കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ പറക്കിയതുണ്ട്. വിറ്റ് കാശ് കിട്ടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടുവരുവാനും പുനർജീവനിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഒപ്പം നല്ല ഭക്ഷണം കൊടുക്കുവാൻ, നല്ല കുളിച്ച് പഴയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറി മുടിയും താടിയൊക്കെ ഒന്ന് ഒതുക്കി ഈ മക്കളോട് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കിയ ഒരു സുദിനമായിരുന്നു ഇന്ന്. നമ്മൾ ആത്മീയമായിട്ട് ഒരു പുനർജീവൻ നമ്മളിൽ ഓരോരുത്തരിലും ഈ മകനിൽ ഇപ്പോൾ ഉള്ളതുപോലെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ പാപങ്ങളും എല്ലാം അഴുക്കായിട്ട് ഭാരപ്പെട്ട് ഒരു പ്രതിസന്ധിയിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ, ഒരു സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വീർമുട്ടലാണ് നമ്മളിലെ അനുഭവിക്കുന്നത്. നമ്മളിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഈ മനുഷ്യനെ, ബാലമുരുകൻ എന്നാണ് ഇവരുടെ പേര്, തമിഴനാണ്, ഇവിടെയൊക്കെ അലഞ്ഞ് തെരുവിൽ നിന്നൊക്കെ കിട്ടുന്ന പറക്കി കഴിച്ചും നടക്കുന്നൊരാളാണ്. ആ ആളാണ് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കിയത്. ആ എല്ലാം കഴിഞ്ഞ് ആ മകൻ്റെ ഒരു സന്തോഷത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനല്ല ആ മകനെ ശുശ്രൂഷിച്ചത്, ആ മകനിലൂടെ ഈ സമൂഹത്തെയും എന്നെയും ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതൽ, കരുണ. നമുക്കിപ്പോൾ വിചാരിക്കാം ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. പക്ഷേ അവർക്കും കൂടി ഇങ്ങോട്ട് വരാനുള്ളൊരു മനസ്സ് വേണ്ടേ? നമുക്ക് മടി കൂടാതെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സ് ദൈവം തരാതെ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു സ്വന്തം അപ്പച്ചനെ പോലെ, സഹോദരനെ പോലെ ഒക്കെ ഈ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പുനർജീവൻ തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരാളിനെ ഇങ്ങനെ ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹനത്തിലേക്ക്, മറ്റുള്ളവരുടെ വേദനയിലേക്ക്, മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അതേത് സാഹചര്യമായിക്കോട്ടെ, കടന്നു ചെല്ലുമ്പോൾ പിതാവായ ദൈവം നാം ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയെ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയിൽ, ആ പശ്ചാത്തലത്തിൽ വരുന്ന മാറ്റം സമൂഹത്തിലേക്ക് മൊത്തം പ്രകാശിക്കുകയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന തിരുവചനം യഥാർത്ഥത്തിൽ ഈ മകനെ ശുശ്രൂഷിക്കുമ്പോൾ ഈ മകനിലൂടെ എന്നിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. കൂടുതൽ ആളുകളെ ഇപ്പോൾ ഒരു 5-8 ആളുകളായി ഇപ്പോൾ ഈ കുറഞ്ഞ 2 ആഴ്ചയുള്ളിൽ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു. ഓരോരുത്തരും എടുക്കുമ്പോഴും എനിക്ക് ദാഹമാണ്. ഈ പൊരി വെയിലത്ത് എന്നോട് ഞാൻ ഈ ജാക്കറ്റ് നടക്കുമ്പോൾ തന്നെ ആളുകൾ അവിസ്മരണീയമായിട്ട് നോക്കി പോകാറുണ്ട്. എന്നാൽ അതെല്ലാം വിസ്മരിക്കുന്ന ഒരു അനുഭവമാണ് ഇവരിൽ വരുന്ന ഈ മാറ്റത്തിൽ ഇവരെ കൂടെ ചേരുമ്പോൾ. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പുനർജീവിൽ കൂടുന്ന ഈ നമ്മുടെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത പലവിധ രോഗാവസ്ഥയിലുള്ളവരൊക്കെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത്, ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ഈ നിരാശയിലും പരാജയത്തിലും വന്നിരിക്കുന്നൊരു മകൻ രൂപാന്തരപ്പെടുമ്പോൾ ആ വീൽ ചെയറിലിരിക്കുന്നവർക്ക്, കാഴ്ചയില്ലാത്തവരാണെങ്കിലും ശരീരം തളർന്നവരാണെങ്കിലും, അവരുടെ പ്രാർത്ഥനയ്ക്ക് അവരിന്ന് ഒരുമിച്ച് കൂടിയതിൻ്റെ വില ആ യഥാർത്ഥത്തിൽ അവരെ
അവരുടെ അനാരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൻ്റെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പരാജയം കാണുമ്പോൾ അവരിലേക്കാൾ പരാജയപ്പെട്ട ആൾ യേശുനാഥൻ വഴി ഒരു പുനർജീവൻ ലഭിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഇരുന്നാൽ ഈ ബാലമുരുകനിലേക്ക് കടന്നു വന്നതുപോലെ ദൈവം നമ്മളിലേക്ക് കടന്നു വരും. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏതവസ്ഥയിലും യേശുവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. അതുവഴി ആ വ്യക്തിയും ആ പശ്ചാത്തലവും ആ സമൂഹവും ഒപ്പം നമ്മൾ ഓരോരുത്തരും ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഇപ്പോൾ ഉയർപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ കടന്നു വരും. നമ്മൾ അനുദിന ജീവിതം പ്രതിബന്ധം മറന്ന് വെറോനിക്കയെ പോലെ യേശുവിൻ്റെ ആ അവസ്ഥയിൽ മുഖം തുടയ്ക്കാൻ പോയപ്പോൾ യഥാർത്ഥത്തിൽ ആ ടൗലിലല്ല പതിഞ്ഞത്, വെറോനിക്കയുടെ ഹൃദയത്തിലാണ് യേശുവിൻ്റെ ചിത്രം പതിഞ്ഞത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദനയിലേക്ക് പ്രതിബന്ധം മറന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും യേശുവിൻ്റെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ മാത്രമേ നമ്മൾ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥിത്വത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വാല്യൂ നമ്മളിലൂടെ യേശു സമൂഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് കാണാൻ പറ്റും. ഈ പുനർജീവൻ്റെ ഈ യാത്രയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഏലീശാമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിലേക്ക് വരാൻ എങ്ങനെ ഭാഗ്യം ലഭിച്ചു എന്നതുപോലെയാണ് ഇന്ന് ഈ മകൻ യേശുനാഥനിലൂടെ ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഈ സമൂഹത്തിൽ ലഭിച്ച അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്.